വളയം ചിറങ്ങരയിലുള്ള സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു വലിയൊരു പദ്ധതിയുണ്ട്. പക്ഷെ അത് നാം മനസ്സിലാക്കാതെ ലോകത്തിന്റെ തിരക്കിലും തിക്കിലും പെട്ട് നാം അറിയാതെ മരണം നമ്മളെ വിഴുങ്ങി ഈ ലോകത്തു നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നു. അതിനു മുമ്പേ സൃഷ്ടാവായ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ഒരു വലിയ പദ്ധതിയുണ്ട്. വെറുതെയല്ല നിങ്ങളെ ഇവിടേക്ക് അയച്ചത് എന്ന് ബോധ്യം പോലും ഇല്ലാതെ നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. സൃഷ്ടാവിന് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്ന് ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ താഴ്മയോടുകൂടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ശബ്ദപരിധിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സോദരരെ. അഹങ്കരിക്കും പിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും ഡിഗ്രിക്കും പിജിക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അഹങ്കരിക്കും പിടിക്കും നിന്റെ ലോകവിദ്യകൾക്കും ഡിഗ്രിക്കും പിജിക്കും ഗ്രാജുവേഷൻ സെറിമണിക്കും ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിനും തരുവാൻ കഴിയില്ല ജീവനും ശരീരവും. അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, അർത്ഥമെന്ത് സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്ത് സോദരരെ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയാൽ സർവകലാശാലകളെ ഏറ്റെടുത്തു വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ പങ്കെടുത്തു വെല്ലുവിളിയിൽ. ലോകമേ കേൾക്കൂ നാഥൻ മൊഴികൾ വെല്ലുവിളിയാൽ സർവകലാശാലകളെ ഏറ്റെടുത്തു വെല്ലുവിളിയെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി, ലോകകലാശാലകളെ പങ്കെടുത്തു വെല്ലുവിളിയിൽ. അർത്ഥമെന്ത് സോദരരെ,
അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടറും വിദ്വാനും ചേരാം, ശാസ്ത്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ. മതങ്ങളെ നിങ്ങൾക്കും ചേരാം, മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം, രാഷ്ട്രീയ പ്രബുദ്ധന്മാർക്കും മുതലാളി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിദ്വാനും ചേരാം, രാഷ്ട്ര നായകന്മാർക്കും യുക്തിവാദികളെ ഒഴിഞ്ഞു നിൽക്കരുതേ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ. ലോകം തരും ഡിഗ്രിയാലും നീ നേടും ഭക്ഷണം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരും നീ. ലോകം തരും വിദ്യയിൽ നീ നേടും അന്നം കഴിക്കാൻ, ലോകം തരും വിദ്യകളാൽ നീ നേടും വസ്ത്രം ധരിക്കാൻ. ശരീരം നിൽക്കില്ല, ജീവനും നിൽക്കില്ല, മരണം വിഴുങ്ങുമ്പോൾ ഘോഷനായി തീരും നീ. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ചേരുക നീ യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ, നേടുക ജീവനും സ്വച്ഛ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാണിടാനീ യേശുവോടൊപ്പമായി. ചേരുക നീ യേശുവിൻ സ്വർഗ വിദ്യാഭ്യാസേ, നേടുക ജീവനും സ്വർഗ ശരീരവും. പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ പൈതലായി വാണിടാനീ ഭൂവിൽ യേശുവോടൊപ്പമായി. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. ഭക്ഷണത്തെക്കാൾ വലിയതാണ് ജീവനെന്നും വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊല്ലുകൾക്കും അർത്ഥമെന്ത്. അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, അർത്ഥമെന്തു സോദരരെ, നാഥന്റെ വാക്കുകൾക്ക് അർത്ഥമെന്തു സോദരരെ.
ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്ത് മനോഹരമായ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ക്രിസ്തുവിലെ ശരീരമായ അവയവമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ അവസരത്തിനായി സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ടാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വളയം ചിറങ്ങര എന്ന ഈ ദേശം കോഞ്ഞശ്ശേരിക്കും മൂവാറ്റുപുഴയ്ക്കും ഇടയിൽ ഈ ദേശത്തിലെ ജനങ്ങളോട് സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളുടെ ഒരു വെളിപ്പെടുത്തലായി ദൈവത്തിന്റെ സന്ദേശം നിങ്ങളെ അറിയിക്കുവാൻ ഈ ദേശത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീമിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ സന്ദേശം അറിയിച്ച് ഞങ്ങൾ അടുത്ത ദേശത്തിലേക്ക് യാത്രയാവുകയാണ്. ഏതാനും നിമിഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു പോവുകയാണ്. വിശുദ്ധ ബൈബിൾ അതൊരു ജാതിയുടെ സന്ദേശമല്ല, അതൊരു മതത്തിന്റെ സന്ദേശമല്ല. അത് സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയാനുള്ള സ്നേഹ സന്ദേശമാണ്. വിശുദ്ധ ബൈബിൾ അതിൽ പുതിയ ഉടമ്പടിയുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു സന്ദേശം നമ്മൾ കേൾക്കുന്നു. രാജത്വത്തിന്റെ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികൾ വരെ അറിയിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. ആ സന്ദേശത്തിന്റെ സാക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുക, എന്താണ് ആ സന്ദേശം? ആരാണ് ആ സന്ദേശം അറിയിച്ചത്? പ്രിയ സഹോദരങ്ങളെ, ആ സന്ദേശം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവം മാനവരാശിയായ നമ്മോടുകൂടെ പാർക്കുവാൻ, ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, ഈ ദൈവത്തോടുകൂടെ പാർക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുക, മാനസാന്തരം വരുത്തുക എന്നുള്ളതാണ് ആ സന്ദേശം. സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായി ദൈവത്തോടുകൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ദൈവിക സന്ദേശം. അതാണ് നമ്മുടെ ഭാവി. ദൈവത്തോടുകൂടിയുള്ള ജീവിതമാണ് നമ്മുടെ ഭാവി. മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള ഏത് മനുഷ്യർ? മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്ക് മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഉള്ള ഇൻവിറ്റേഷനാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സന്ദേശം. അതാണ് നല്ല വിശേഷം. കാരണം മരണം നമ്മളെ തൂത്ത് വലിച്ചെറിഞ്ഞ് കളയുന്നതിന് മുമ്പ് മരണത്തെ ജയിച്ച് ആ സൃഷ്ടാവോടുകൂടെ ജീവിപ്പാനുള്ള ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ്. നാം ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ, നാം ഏത് ജാതിയാകട്ടെ, ഏത് മതമാകട്ടെ, ഏത് സംഘടനയാകട്ടെ, ഏത് ഗ്രൂപ്പാകട്ടെ, അല്പദിവസത്തെ ഇവിടുത്തെ ജീവിതത്തിന് ശേഷം മരണം നമ്മളെ അടിച്ചു വാരിക്കളയും. രാവിലെ മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന കരിയിലയെല്ലാം അമ്മച്ചി ചൂലെടുത്ത് അടിച്ചു വാരി കളയുന്നത് പോലെ ഇവിടെ മരണം നമ്മളെയെല്ലാം ഈ ലോകത്ത് നിന്ന് അടിച്ചു വാരി കളയുകയാണ്. എന്നാൽ ഇതൊന്നും ചിന്തിക്കാതെ ഒരു ഞാൻ വയറ് നിറയ്ക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുന്ന, ഒന്നിനും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യരെയാണ് കാണുന്നത്. തന്നെ ഇപ്പോൾ തന്നെ മരണം കൊണ്ടുപോകുമെന്ന് ചിന്തിക്കാതെ ജീവിക്കുന്ന മനുഷ്യർ. എന്നാൽ എനിക്കിവിടെ കാണാൻ കഴിയാവുന്ന ഒരു കൊച്ചുകുട്ടി, അവൻ ചോക്ലേറ്റ് തിന്നുന്നതിനെ കുറിച്ച് ചിന്തിച്ച, മുട്ടായി തിന്നുന്നതിനെ കുറിച്ച് ചിന്തിച്ച് നടക്കുമ്പോ അവന്റെ അപ്പൻ അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ നമ്മൾ ഒരു ഞാൻ വയറ് നിറയ്ക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുമ്പോ
അതിനുവേണ്ടി ലോകം വെച്ച ലോക സിസ്റ്റത്തിൽ ഓടി നടക്കുമ്പോ നമ്മുടെ തെറ്റാവ് നമ്മുടെ നിത്യമായ ഭാവിക്ക് വേണ്ടി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നു. ആ ചിന്തകളുടെ ഒരു വെളിപ്പെടുത്തലാണ്, ആ ചിന്തകൾ നിങ്ങളെ അറിയിക്കുന്ന ഒരവസരമാണ് ഈ സന്ദേശം. ഈ സന്ദേശത്തിന്റെ ശബ്ദകാഴ്ച വെറുതെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആകസ്മികമായിട്ട് എത്തിയതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവത്തോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാവി. ഇന്ന് മനുഷ്യനോടുകൂടെ ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യൻ മരണമില്ലാത്ത ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ മക്കളായി നിത്യം ജീവിക്കുവാനുള്ള ഇൻവിറ്റേഷനാണ് ദിവ്യമായ രാജ്യത്വ സുവിശേഷം. ഇത് പ്രസംഗിച്ച വ്യക്തിയുടെ പേരാണ് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു ഏൽപ്പിച്ചു, നിങ്ങൾ ദേശത്തെല്ലാം കടന്നുപോയി ഈ രാജ്യത്വത്തിന്റെ സുവിശേഷം അറിയിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് ഇതാ നിങ്ങളിപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നത്. വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. കാരണം ദൈവം നമ്മോടുകൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ അതിന്റെ അർത്ഥം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവം മനുഷ്യരോടുകൂടെ വസിക്കും. ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് ബൈബിൾ അവസാനിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, അല്പകാലങ്ങൾ മാത്രം ഭൂമിയിൽ കാണുന്ന, ഏറിപ്പോയാൽ ഇതാ ഒരു 25,000 പ്രഭാതങ്ങൾ, ഏകദേശം 70-80 വയസ്സ് ആയുസ് കിട്ടിയാൽ ഏകദേശം ഒരു 25,000 പ്രഭാതങ്ങൾ മാത്രമേ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കാണുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ അവനെ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. മരണമെന്ന ആ ഭീകരൻ അവനെ പിടിച്ചടക്കും. എന്നാൽ അതിനു മുമ്പ് മരണത്തിന് പരിഹാരമായി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ ആ രാജ്യത്തെ സുവിശേഷം, യേശുക്രിസ്തു പ്രസംഗിച്ച ആ സന്ദേശം, അത് ഏറ്റെടുത്തുകൊണ്ട് മരണത്തിൽ രക്ഷപ്പെടുവാൻ, ദൈവം വെച്ച ഭാവിയിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ദൈവം വെച്ച ആ ഭാവിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക? എങ്ങനെയാണ് മരണത്തിൽ രക്ഷപ്പെടുവാൻ കഴിയുക? പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, പാപനിമിത്തമാണ് മരണം. ഈ മരണത്തിൽ രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ നാമമാണ്. ആ ക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എവിടുന്ന്? മരണത്തിൽ നിന്ന്. പാപം നിമിത്തമുള്ള മരണത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് പ്രിയ മകനെ, മകളെ, ഈ ചെറിയ ജീവിതം ഇപ്പോൾ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാവിലെ അമ്മച്ചി മരത്തിൽ നിന്ന് വീഴ് കരിയല തന്റെ ചൂല് കൊണ്ട് എടുത്ത് അടിച്ചുവാരി കളയുന്നത് പോലെ മരണം എന്നെയും നിങ്ങളെയും അടിച്ചുവാരി കളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവം വെച്ച പദ്ധതിയിലേക്ക് പ്രവേശിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ദൈവം മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏകനാമമായ ക്രിസ്തുവിന്റെ നാം വിളിച്ച് രക്ഷിക്കപ്പെടുവാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ മരണം കടന്നു വന്നത് മനുഷ്യന്റെ പാപം നിമിത്തമാണ്. മനുഷ്യനോട് കൂടെ സൃഷ്ടിച്ച സൂര്യനും മരണമുണ്ടായിട്ടില്ല, ചന്ദ്രനും മരണമുണ്ടായിട്ടില്ല, താരഗണങ്ങൾക്കും മരണമില്ല. എന്നാൽ മനുഷ്യർ മാത്രമേ മരണത്തിന് കീഴ്പ്പെട്ടു പോകുന്നുള്ളൂ. ആകാശഗോളങ്ങൾക്ക് മരണമില്ല, അത് ഇന്നും ജീവിക്കുന്നു. എന്നാൽ പാപം ചെയ്ത മനുഷ്യൻ മരണത്തിലേക്ക് മുഞ്ഞുകുത്തിയപ്പോ പാപത്തിന്റെ ശമ്പളമായി മരണമായി അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുവായി ഭൂമിയിലേക്ക് കടന്നു വരികയും വചനം മാംസമായി ഭൂമിയിലേക്ക് കടന്നു വരികയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി എന്ന് പ്രിയ സഹോദരങ്ങളെ, ആ യാഥാർത്ഥ്യത്തെ നീ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിന്റെ നായകനും നിന്റെ കർത്താവും നിന്റെ രക്ഷിതാവുമായി നീ ഏറ്റുപറഞ്ഞ് തുടർന്നുള്ള ജീവിതകാലം യേശുവിനെ അനുസരിച്ച് അനുഗമിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവത്തോടുകൂടെയുള്ള നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അത് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നാളെ ഈ വളയം ചിറങ്ങരയിലെ ജനം പറയരുത്, ഞങ്ങളത് അറിഞ്ഞില്ല, ഞങ്ങളത് കേട്ടില്ല. എന്നാൽ ഇതേ ദിവസം ഇതാ ഈ സന്ദേശം നിങ്ങളോട് സാക്ഷ്യമായിട്ട് അറിയിക്കുകയാണ്.
ദൈവം നിങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. ഇനി നീ വലിയ തെറ്റിലാണ് ജീവിക്കുന്നത്. ഈ തെറ്റിൽ നിന്ന്, സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് മാറുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് അറിയിക്കുകയാണ്. ഈ സന്ദേശത്തിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ ഇപ്പോ നിങ്ങളുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്ന ആ 2 നോട്ടീസ്, അത് ഒന്നൊരു ട്രാക്റ്റാണ്. ദൈവം നിങ്ങളെക്കുറിച്ച് അറിയിക്കുന്ന, നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഭാവി എന്ത്, ആ സന്ദേശം എന്ത് എന്ന് ആ നോട്ടീസുകൾ അറിയിക്കുമ്പോ അതിന്റെ കൂടെ മറ്റൊരു നോട്ടീസും കൂടെ ഉണ്ട്. അത് എറണാകുളത്ത് പൂക്കാട്ടുമണി എന്ന സ്ഥലത്ത് ഇതാ നടക്കുന്ന ഒരു ധ്യാന കേന്ദ്രത്തെ കുറിച്ചാണ്. ആ ധ്യാന കേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ദൈവരാജ്യ സന്ദേശത്തെക്കുറിച്ചും ദൈവം എങ്ങനെയാണ് ഇതാ നമ്മുടെ ഭാവിയെ ഒരുക്കിയിരിക്കുന്നതെന്നും എങ്ങനെ അതിലേക്ക് എത്തിച്ചേരാമെന്നും ഒക്കെ ഉള്ള സന്ദേശം നിങ്ങളെ അവിടെ വിവിധങ്ങളായ ദൈവദാസന്മാരെ അറിയിക്കുന്നതാണ്. അവിടെ കടന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്ന ഈ സമയത്ത് ഇതാ ആ നോട്ട് ചില നമ്പറുകളെ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാവുന്നതാണ്. ഇതാ നിങ്ങളത് ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ല എന്ന തരത്തിൽ ഇരിക്കുവാൻ ഒരുപക്ഷെ ഹൃദയം നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കാം. എങ്കിലും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, സൃഷ്ടാവായ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. ഇതാ ഈ സന്ദേശത്തിന് മുമ്പിൽ ഓരോരുത്തരും തങ്ങളുടെ ഹൃദയങ്ങളെ നമിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിന്റെ ആ മഹാസന്ദേശം ഏറ്റെടുക്കുവാൻ തക്കവണ്ണം തന്റെ പുത്രനായ ക്രിസ്തുവെ ചുംബിപ്പാൻ ഇതാ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇതാ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, ഇതിന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിന്റെ കർത്താവ് രക്ഷിതാവുമായി ഏറ്റുപറയുക. നിന്റെ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് ഇതാ വാഗൊണ്ട് അത് ഏറ്റുപറയുക. ഇതാ നിങ്ങളെ അറിയിക്കുകയാണ്. അതുവഴി ദൈവം ഒരുക്കിയ ആ മഹാഭാവിയിലേക്ക് ദൈവത്തോടു കൂടെയുള്ള ആ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് ഓർപ്പിക്കുകയാണ്. ഇതൊരു ജാതിയുടെ സന്ദേശമല്ല, ഒരു മതത്തിന്റെ സന്ദേശമല്ല, ഒരു സംഘടനയുടെ ഗ്രൂപ്പിന്റെ സന്ദേശമല്ല. പകരം സൃഷ്ടാവായ ദൈവം, അതേ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, പ്രത്യേകിച്ച് മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ രക്ഷിച്ചെടുക്കുവാൻ തക്കവണ്ണോ ഇതാ ഒരുക്കിയിരിക്കുന്ന സന്ദേശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ നാം വിളിച്ചപേക്ഷിച്ച് ക്രിസ്തുവിനെ അനുഗമിച്ച് ദൈവം ഒരുക്കിയ ദൈവത്തോടുകൂടെ ജീവിക്കുന്ന ഭാവി ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ദേശത്തേക്ക് കടന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വളയഞ്ചിറങ്ങര എന്ന ദേശത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദേശം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ഈ സന്ദേശം മത്തായി 24:14 പ്രകാരം ആ പ്രവചന നിവർത്തിക്കായി ഇന്ന് ഈ ദേശം കേട്ടിരിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഈ ദേശത്തിലെ ഈ ജനങ്ങളെ, ഇവിടുത്തെ കച്ചവടക്കാരെ, ഇവിടുത്തെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇവരുടെ തലമുറകളെ, ഇവരുടെ മാതാപിതാക്കന്മാരെ, ഇവരുടെ ആരോഗ്യത്തെ, ഇവർക്കുള്ളതിനെയും ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവർ നിത്യം അനുഗ്രഹീതരാകട്ടെ. ഈ അനുഗ്രഹം അവർ ക്രിസ്തുവിൽ സ്വർഗ്ഗസ്ഥ പിതാവോടുകൂടെ ഉള്ള നിത്യ ജീവിതത്തിലേക്ക് കടന്നെത്തുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇത് തുറന്ന് കേൾക്കാൻ ഈ ശബ്ദ കാഴ്ചകളിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവര് തുറന്ന് കേൾക്കുവാൻ ദൈവത്തെ അങ്ങ് ഇടയാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂട്ടായിരിക്കട്ടെ. അത് നിങ്ങളെ ദൈവത്തോട് ജീവിക്കുന്ന ഭാവി എത്തിക്കുവാനിടയാകട്ടെ. നന്ദി, നമസ്കാരം.